വെരി ഗുഡ്. അല്പം അലിവ് തോന്നിപ്പോവോന്ന് ഞാൻ സംശയിച്ചു. ഏയ്, അതില്ല. സോ യു ആർ ഫിനിഷ്ഡ്. ചെല്ലടി, പോകാൻ. ഇനി നമ്മുടെ കളി ക്യാമ്പസിലാ. വന്ന് പരാതി പറയാൻ നിനക്കിനി കൊട്ടാരമുറ്റ ഇല്ല, അതോർത്ത് വെച്ചോ. മകള് പഠിക്കുന്ന സ്ഥലം ഇതുവരെ കണ്ടില്ലല്ലോ സ്വന്തം അമ്മ. വരും, പക്ഷെ വരുമ്പോ നീ നടക്കാവില്ല, കണ്ണടച്ച് ചത്തു കിടക്കാവും. ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന ഈ രാത്രി, നീ ഉറങ്ങാത്ത ഈ രാത്രി. ഗുഡ് നൈറ്റ്. കബനി, നമുക്ക് പോവാടി. ഞാനില്ല. പിന്നെ നീ ഇവിടെ സ്ഥിരമായിട്ടിരിക്കാൻ പോവാണോ? എന്തൊക്കെയാ നീ കാണിച്ചു കൂട്ടുന്നത്? 101 പ്രദക്ഷിണവും അടിപ്രദക്ഷിണവും, അതും പോരഞ്ഞിട്ട് ഇനിയും കഠിനമായ വഴിപാടുകൾ ചോദിച്ചു നടക്കുക. ഭ്രാന്തി. ഒരു വലിയ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയ വിഷമമൊന്നുമല്ല. ആ മുത്തശ്ശൻ പാവം. നോട്ടത്തിലും ശ്വാസത്തിലും വരെ ആ സ്നേഹം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എന്നിട്ടും ഞാൻ കാരണം. നീ എന്ത് ചെയ്തു? എണ്ണയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ തന്നെ അത് നിന്റെ കുഴപ്പമാവുന്നത് എങ്ങനെയാ? അതെന്താണെന്ന് നോക്കാൻ പോലും സമ്മതിക്കാതെ അവരിറക്കി വിട്ടില്ലേ? എനിക്കിപ്പോ ഉറങ്ങാനോ ഒന്നും കഴിക്കാനോ ഒന്നിനും തോന്നില്ല പത്മിനി. വല്ലാത്തൊരു ആശ്വാസമായിരുന്നു ആ മുത്തശ്ശനും മുത്തശ്ശിയും. ഈ വലിയ നഗരത്തിൽ നമുക്ക് ആരൊക്കെയോ ഉണ്ടെന്നൊരു തോന്നൽ. എല്ലാം ഒറ്റ നിമിഷം കൊണ്ട്. പോട്ടടി. അല്ലെങ്കിലും വലിയ കാശുകാരോട് കൂട്ടുകൂടുന്നതും ചെങ്ങാത്തം വെക്കുന്ന ഒന്നും നല്ലതല്ല. എനിക്ക് സങ്കടം വന്നത് ഒന്നാശം പിടിച്ച് രമ്പയുടെ മുന്നിൽ നീ തോറ്റുപോയതുകൊണ്ടാ. ഇനി അവളുടെ അഹങ്കാരം കാണണ്ടേ? നീ വാടി, നമുക്ക് പോവാം. പോ. ദൈവങ്ങൾ എന്റെ പ്രാർത്ഥന കേൾക്കും, അതെനിക്ക് ഉറപ്പാ. കബനി, അമ്മേ ദേവി. മുത്തശ്ശി, മുത്തശ്ശി, മുത്തശ്ശൻ ഇപ്പൊ എങ്ങനെയുണ്ട്? സുഖായോ? നോക്ക്, ഞാനിപ്പോ വന്നിരിക്കുന്നത് അമ്പലത്തിൽ ദർശനം നടത്താനാ. ഇവിടെയും സമാധാനം തരില്ല എന്നുണ്ടോ? എന്തിനാ മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയുന്നേ? അത്ര ശല്യായോ ഞാൻ? അപ്പോ ഇതുവരെ പറഞ്ഞതിനൊക്കെ ഇത്ര അർത്ഥം ഉണ്ടായിരുന്നുള്ളൂ? ഇതുവരെ വിചാരിച്ചതൊന്നും അല്ലല്ലോ നടന്നത്. തീ കത്തുന്നത് കാണാൻ ഭംഗിയാണ്, പൊള്ളുമ്പോഴാണ് കാഠിന്യം മനസ്സിലാവുക. കബനി, കബനി, നീ വെറുതെ കരയണ്ട. ഇവരൊക്കെ ഇങ്ങനെ തന്നെയാ. എത്ര നന്നായിട്ടാ മറുപടി പറഞ്ഞിട്ട് പോയത്. ഒരു തീയും പൊള്ളലും. നീ എന്താ അവരുടെ തല തീയിട്ടോ? നീ വാ. ആട്ടി അകറ്റിയാലും മുത്തശ്ശിയോട് എനിക്ക് സത്യം പറഞ്ഞേ പറ്റൂ. പറയാൻ അനുവദിക്കും. ദൈവത്തിന്റെ മുമ്പിൽ വെച്ച് തന്നെ എനിക്കത് പറയണം. കബനി, ഇനി അവരുടെ നിഷേധം പറഞ്ഞാ നീ തകർന്നു പോവേ. എനിക്കൊന്നും കാണാൻ വയ്യടി. നീ വന്നേ. വേണമെങ്കിൽ നീ പൊയ്ക്കോ, ഞാൻ വന്നോളാം. പിന്നേടി,
നിന്നെ തനിച്ച് നിർത്തിയിട്ട് പോവാൻ എനിക്ക് വട്ടല്ലേ. നീ ചിലപ്പോ കരഞ്ഞ് കരഞ്ഞ് ആ വിഗ്രഹത്തിൽ അങ്ങ് ലയിച്ചു പോവും. നീ ചെന്നൊന്ന് അവരെ കാണ്. പോ. ഹേയ്, ജോലിക്കാരികളൊന്നും അധികമില്ല. ഒരാളുണ്ട്, അവളെ നന്നായിട്ട് അറിയുന്നതാ. പിന്നെ എന്ത് വിശ്വസിച്ചാ നമ്മൾ വീട്ടിനകത്തേക്ക് കയറ്റുന്നത്? ഇക്കാലത്ത് ആർക്കാ ആത്മാർത്ഥതയുള്ളത്? ഒരവസരം കിട്ടിയാൽ ചതിക്കാനല്ലാതെ വേറെ എന്തിനാ നേരം? അത് ശരിയാ, ഓരോ ദിവസവും പത്രങ്ങളിൽ വായിക്കുന്നല്ലേ. ഏറ്റവും നല്ല കാര്യം നമുക്ക് നമ്മളെ ഉള്ളൂ എന്ന് കരുതുന്നതാ. സംസാരം കേട്ടിട്ട് എന്തോ ഒരു പറ്റിയതുപോലെ ഉണ്ടല്ലോ. ഒരു പരീക്ഷണമൊക്കെ ഉണ്ടായി, പക്ഷേ ദൈവങ്ങൾ കൈവിട്ടില്ല. അതുകൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഉണ്ടായ ഗുണം എന്താ? ഇനി ഒരാളും നമ്മുടെ വീടിൻ്റെയോ മനസ്സിൻ്റെയോ ഉമ്മറത്ത് കയറില്ല. ഞാൻ തൊഴുതിട്ട് വരാം. ശരി, അങ്ങനെ ആയിക്കോട്ടെ. അമ്മേ, മഹാമേ. കേട്ടല്ലോ ആ പറഞ്ഞത്. ഒക്കെ നിന്നെ കേൾപ്പിക്കാൻ വേണ്ടി തന്നെയാ. കിട്ടാനുള്ളതൊക്കെ കിട്ടിയല്ലോ, ഇനിയെങ്കിലും പൊക്കൂടെ? ഇല്ല, മുത്തശ്ശിയുടെ മനസ്സ് എനിക്ക് തിരുത്തണം. അത് ഈ നടയിൽ വെച്ച് തന്നെ ഞാൻ ചെയ്യും. കബനി, ഇവളുടെ ഒരു കാര്യം എത്ര കിട്ടിയാലും പഠിക്കില്ല. സത്യമാണോ അമ്മമ്മ? അയാള് ശരിക്കും കണ്ടോ? പിന്നെ നാത്തൂനെ അമ്പലത്തിൽ കണ്ടപ്പോഴാ അയാൾ എന്നെ വിളിച്ചത്. അപ്പോഴാ ഞാനൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. അപ്പോ ഏതായാലും അമ്മയുടെ മനസ്സിൽ അലിവൊന്നും വന്നിട്ടില്ല. ഞാൻ കരുതി ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോഴേക്കും കബനിമോളെ കാണാതെ ടെൻഷനായി പോകുമായിരിക്കും. പണി കിട്ടിയത് മർമ്മത്തിനല്ലേ മേനകെ? ഏട്ടന്റെ കാലിന്റെ അസ്വസ്ഥത മാറിയാലും ഏട്ടനെ പരീക്ഷണ വസ്തു ആക്കിയവളോടുള്ള കലി മാറില്ല നാത്തൂന്. അമ്മമ്മ പറഞ്ഞ പല കാര്യങ്ങളും പരാജയപ്പെട്ടെങ്കിലും ഇക്കാര്യത്തിൽ ഞാൻ അമ്മമ്മയെ സമ്മതിച്ചു. സൂപ്പർ പ്ലാൻ, സൂപ്പർ എക്സിക്യൂഷൻ. എടി മോളെ, ഓരോ തവണ തോൽക്കുമ്പോഴും നീയും നിന്റെ മമ്മിയും തല കുനിച്ചിരിക്കും. അപ്പൊ ഞാൻ എന്താ പറയാറുള്ളത്? തോൽവിയിൽ നിന്ന് ഊർജം സംഭരിക്കാൻ അല്ലേ? അങ്ങനെ ചെയ്താലുള്ള ഗുണം ഇതാ: നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ജയം നമ്മളെ തേടി വരും. പക്ഷെ മമ്മി, ഇത്രയൊക്കെ സംഭവിച്ചു എന്നും പറഞ്ഞ് കയ്യും കെട്ടിയിരിക്കണ്ട. ഇതുവരെയുള്ള അനുഭവം വെച്ച് അങ്ങനെ പെട്ടെന്ന് വീണു പോകുന്നവളല്ല അവള്. അത് സത്യം. സാധാരണ ഒരുത്തിയായിരുന്നെങ്കിൽ ഇതിനകം അവളെ ഈ നാട് വിട്ടേനെ. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പലപ്പോഴും സിറ്റുവേഷൻസ് അവളെ ജയിപ്പിക്കാൻ വേണ്ടി കരുതി കൂട്ടി ഉണ്ടായതുപോലെ തോന്നാം. നിർത്ത്. അവളെ പുകഴ്ത്താൻ വേണ്ടി രണ്ടുപേരും കൂടി മത്സരിക്കുക. ശരി, ഇനി എല്ലാ സെന്റിമെന്റ്സും അവളെ രക്ഷിക്കാൻ ശ്രമിച്ചാലും വിടില്ല ഞാൻ അവളെ. ഇപ്പൊ ഏട്ടന്റെ കാലിനുള്ള പരിക്ക് ഒരു കാൽ നഷ്ടപ്പെടണമെന്ന അവസ്ഥയിലേക്ക് എത്തണമെന്ന് വിചാരിച്ചാലും എനിക്കത് പറ്റും. മമ്മി, ആ ഇരിപ്പിലിരിക്കുന്ന ഒരാൾക്ക് കാലും കൈയും എന്തിനാ? നമ്മളെ ജയിപ്പിക്കാൻ വേണ്ടി ഒരെണ്ണം തന്നാലും വലിയ നഷ്ടമൊന്നുമില്ല. മമ്മി, വെറുതെ ആവേശമൊന്നും കാണിക്കല്ലേ. ഇനി ഇവിടെ വേണ്ട, ഇറങ്ങിക്കോന്ന് പറയാനും മടിക്കില്ല. പക്ഷേ എന്തായാലും കബനി ഇനി ഇവിടേക്ക് തിരിച്ചു വരാൻ പാടില്ല. എനിക്ക് ആ ഉറപ്പ് വേണം. കബനി ഇനി ഒരിക്കലും കൊട്ടാരമുറ്റത്ത് കാലുകുത്തില്ല. കബനി വഴിതെറ്റി കൊട്ടാരമുറ്റത്ത് വന്നു കയറിയവളാ. വഴി മനസ്സിലായപ്പോ പോവുകയും ചെയ്തു. അവൾക്ക് നേരെ പടിവാതിലടഞ്ഞു. ഇനി അത് തുറക്കില്ല. അതിനാര് ശ്രമിച്ചാലും നമ്മൾ അതിന് തടസ്സം നിൽക്കണം. കബനി മറ്റു പലർക്കും ആവശ്യമായിരിക്കും. നമുക്കവള്
അനാവശ്യമാണ്. അവള് പോയേ പറ്റൂ. കൊട്ടാരമുറ്റത്തൂന്നല്ല, ഈ നാട്ടിൽ നിന്ന് തന്നെ. പറ്റുമെങ്കിൽ ജീവിതത്തിൽ നിന്ന് തന്നെ. എൻ്റെ ദേവി കാത്തുരക്ഷിക്കണേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധയേ. മുത്തശ്ശി, ഞങ്ങളുടെ നാട്ടില് പറയുന്നത് സത്യമാണെന്ന് ബോധ്യപ്പെടാൻ ചെയ്യുന്ന മാർഗമാ. കുട്ടി, എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ ഈ ദിവസം ദർശനത്തിന് വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഈ പ്രകടനമൊക്കെ. ഈ നടയിൽ വെച്ചുകൂടി ചതിക്കപ്പെടാൻ എനിക്ക് വയ്യ. പ്രാർത്ഥിക്കാനെങ്കിലും സമാധാനം തരണം. എന്തായി കാണിക്കുന്നത്? അഗ്നിയാണ് സത്യം. ഞാൻ മനസ്സറിഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. കബിനി, എന്തിനു വേണ്ടി നീ ഇത് കാണിക്കുന്നേ? ഇവരുടെ മനസ്സലിയാനോ? അതൊന്നും ഉണ്ടാവില്ല. കാശുകാരല്ലേ, അവർക്ക് ഗൗരവം വന്നാ അതിനും വലിയ വിലയാ. അതെ, ഇവളെ കുറിച്ചോ ഇവളുടെ മനസ്സിന്റെ ശുദ്ധിയെക്കുറിച്ചോ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഊണിലും ഉറക്കത്തിലും കൊട്ടാരമുറ്റം മുത്തശ്ശൻ മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവളാ ഇവള്. ഒരു വാക്കുകൊണ്ട് പോലും ഇവളാരെയും ചതിക്കില്ല. മനസ്സിലായോ? പത്മിനി, വിഷമിപ്പിക്കണ്ട. അതല്ലേ ഇപ്പോഴും നിനക്ക് പറയാനുള്ളത്? ഇവരുടെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. എല്ലാം മനസ്സിന്ന് തുടച്ചു കളഞ്ഞേക്ക്. എന്നിട്ട് മര്യാദയ്ക്ക് ഇറങ്ങി വാ. കണ്ടോ, നിങ്ങൾ വരുമെന്ന് കരുതി പ്രകടനം നടത്താൻ ഇറങ്ങി വന്നതാണെന്ന് ചോദിച്ചില്ലേ? കൊട്ടാരമുറ്റം പാർവതി അമ്മയ്ക്ക് ഞങ്ങളുടെ മനസ്സിൽ വലിയൊരു സ്ഥാനം ഉണ്ടായിരുന്നു. അത് തീർന്നു കിട്ടിയത്. മുത്തശ്ശി, നിന്നോട് വരാനല്ലേ പറഞ്ഞത്? വരാൻ. നീ എന്തിനാ അത് തടഞ്ഞത്? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടിയിരുന്നെ? അവരെ പോലെ മിണ്ടാ നിക്കണോ? ദുഷ്ടത്തരം കാണിക്കണോ? മുത്തശ്ശിയെ കുറിച്ച് അങ്ങനെ ഒന്നും പറയും. നീ ആരുടെങ്കിലും ആട്ടും തുപ്പം കേൾക്കുന്നത് കണ്ട എനിക്ക് സഹിക്കില്ല. നിന്റെ കൈയല്ല, ഒരു വിരൽ തുമ്പ് പൊള്ളിയ പോലും എനിക്ക് സഹിക്കില്ല. ഇന്നും ഇന്നലെ ഒന്നും കാണാൻ തുടങ്ങിയതല്ല ഞാൻ നിന്നെ. ജനിച്ചപ്പോ മുതൽ കൂടെ ഉള്ളതാ. ഞാൻ നിന്നെ അളക്കുന്നത് എന്റെ മനസ്സുകൊണ്ടാ. നീ പറഞ്ഞല്ലോ ഈ വലിയ നഗരത്തില് നമുക്ക് ആരെങ്കിലും എന്തിനാടി? ജീവൻ കളഞ്ഞ് പരസ്പരം സ്നേഹിക്കാൻ നമുക്ക് നമ്മളില്ലേ? അത് മതി, അത് മാത്രം മതി. നിന്റെ ആത്മാർത്ഥതയെ ഈ നടയിൽ വെച്ച് പോലും സംശയിച്ചവരാ അവര്. ഇനി നീ അവരെ കാണണ്ട. നീ വന്നേ, വാ. എന്തോ
പ്രായശ്ചിത്തമാണെന്ന് പറഞ്ഞ പ്രദക്ഷിണം തുടങ്ങിയത്. എങ്കിൽ പിന്നെ നിർത്തണ്ടേ? 101 പൂർത്തിയാക്കിയാ നിർത്തിയത്. ഒരു തരം ഭ്രാന്ത് പിടിച്ചവരെ പോലെ. അവസാനം ഞങ്ങളെല്ലാവരും കൂടെ പറയായിരുന്നു. അത് കഴിഞ്ഞ് നടയിൽ പ്രാർത്ഥനയ്ക്കെത്തിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ നടക്കലിൽ തലയടിച്ച് തന്നെയായിരുന്നു കരഞ്ഞിരുന്നത്. അതിനിടയിൽ കൊട്ടാരമുറ്റത്തിൻ്റെ പേരൊക്കെ പറയുന്ന കേട്ടു. അതുകൊണ്ടാ ഞാൻ ന്യായീകരിക്കുകയല്ല, എന്തോ അപകടകാരിയല്ല എന്നൊരു തോന്നൽ. തിരുമേനി, ചില സമയത്ത് ആരെ തള്ളണം ആരെ കൊള്ളണം എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാനാവാത്ത അവസ്ഥ വരില്ലേ? അതാണ് ഇക്കാര്യത്തിലും. എനിക്കും അതൊക്കെ ഈ നടയിൽ തന്നെ പറയാനുള്ളൂ. തിരുത്താനായാലും പൊറുക്കാനായാലും അത് അമ്മ തീരുമാനിക്കട്ടെ. അമ്മേ, എന്റെ ദേവി, എല്ലാം കാത്തോളേ ദേവി. എന്താ മോനെ? അച്ഛൻ പുറത്തേക്ക് തന്നെ നോക്കിയിരിക്കുക, കബനിയുടെ വരവും പ്രതീക്ഷിച്ച്. ഞാൻ കണ്ടു. ഒന്നും മിണ്ടാതിരിക്കുന്നെങ്കിലും അത്ര സ്നേഹിച്ചിട്ടുണ്ട് അവളെ. പറഞ്ഞിട്ടെന്താ, എല്ലാം ഇങ്ങനെയായി പോയില്ലേ? എല്ലാവർക്കും വിഷമമുണ്ട്. അത്രയ്ക്ക് നമ്മുടെ ഹൃദയത്തോട് പറ്റിപ്പിടിച്ചു പോയി അവള്. കുറച്ചു കാലം വന്ന് നമ്മളെയൊക്കെ സന്തോഷിപ്പിച്ചിട്ട് ഒരാൾ കടന്നുപോയി, അത്ര തന്നെ. അല്ലെങ്കിലും നമ്മുടെ പ്രതീക്ഷകൾക്ക് എന്നാണ് അർത്ഥം ഉണ്ടായിട്ടുള്ളത്? ഒരുപാട് കാലം ഒരാളെ കാത്തിരിക്കുക, ഇടയിൽ ഒരാൾ പകരം പോലെ വന്നിറങ്ങുക, ആഗ്രഹിച്ചതിന് മേലെയൊക്കെ തരിക, എന്നിട്ട് നീ എന്താ മോനെ ആലോചിക്കുന്നത്? പറ മോനെ. അമ്മ അച്ഛനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിരുന്നോ? എന്താ? എനിക്കെന്തോ എന്തോ ഒന്ന് അച്ഛന്റെ മുമ്പിൽ വെച്ച് നടന്നോന്നൊരു തോന്നല്. അച്ഛനോട് അറിയാവുന്ന രീതിയിൽ ഞാനത് ചോദിച്ചു. അപ്പോ എന്തോ ഒന്ന് പറയാനുള്ള വെമ്പല് ആ മുഖത്ത് വായിച്ചെടുത്തു ഞാൻ. നമ്മളറിയാത്ത എന്തോ ഒന്ന് നടന്നിട്ടുണ്ട്. എന്താ മോനെ? അച്ഛനിങ്ങനെ സംഭവിച്ചു എന്നത് സത്യമാണ്. പക്ഷേ കബനിയല്ല കുറ്റക്കാരിയെങ്കിലോ? പിന്നെ ഒരുപാട് ശത്രുക്കളുള്ള ഒരിടത്ത് ആര് എന്നത് നിശ്ചയമില്ല. പക്ഷേ കബനി ഇവിടെ വരാൻ പാടില്ല എന്ന് തീരുമാനമുള്ളവരുണ്ട്. സംഭവിച്ചതിനൊന്നും ഒരു തിരുത്ത് പാടില്ല എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് ഞാൻ പറയുന്നത് അമ്മയ്ക്ക് മനസ്സിലായോ? പൊതുവെ സൈഡ് എഫക്ട്സുകളൊന്നും ഇല്ലാത്തതാണ് നാട്ടുവൈദ്യത്തിലെ മരുന്ന്. എന്നിട്ടും അത് ഡോക്ടർ പറഞ്ഞില്ലേ സൂര്യ? നാട്ടുവൈദ്യത്തിനല്ല കുഴപ്പം. പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടി അവരും ഇപ്പൊ ചിലതൊക്കെ. അയ്യോ, പിന്നെ വീണ്ടും വീണ്ടും അവളെ ന്യായീകരിക്കാൻ തോന്നുന്നത് അത്രയ്ക്ക് അവളോടുള്ള ഇഷ്ടം കൊണ്ടാ മോനെ. അമ്മേ, ശരിയാ, അവള് വരുന്നത് ഉൾക്കൊള്ളാനാവാത്തവരുണ്ടായിരുന്നു മോനെ. പക്ഷേ അവർക്ക് മുന്നിൽ നമുക്കിനി എന്താ ഒരു മറുപടി? അമ്മ മരുന്നിങ് എടുത്തോണ്ടേ. എന്തിനാ മോനെ? എനിക്കെന്തോ ഒരു സംശയം പോലെ. മനസ്സിലത് ബാക്കി വെക്കണ്ട, അതങ്ങ് തീർത്തേക്കാം. സൂര്യ, അച്ഛൻ്റെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാനാണെങ്കിൽ എന്തോ ഒന്ന് നടന്നിട്ടുണ്ട്. അതറിഞ്ഞേ പറ്റൂ. തെറ്റ് ചെയ്യാതെ ആരും ശിക്ഷിക്കപ്പെടരുത്, പ്രത്യേകിച്ചും കബനി. നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാ അത് ചെയ്തോളൂ. നമ്മുടെ അച്ഛനെ സമാധാനത്തിന് വേണ്ടിയാണ് അമ്മേ.
വാ. ദേ, പറഞ്ഞേക്ക് ഓർമ്മയുണ്ടല്ലോ. ഞാൻ രംഭയെ വിളിച്ചിറക്കുന്ന ആ നിമിഷം തുറന്ന വാതിൽ വഴി അകത്ത് കയറിക്കണം. പേടിയുണ്ടോ? ഉണ്ട്. അത് നല്ലതാ. കുറച്ചുകൂടി സൂക്ഷിക്കുമല്ലോ. ഞാൻ രംഭയെ വിളിക്കാൻ പോവാ. ഋഷി, ഹലോ ഋഷി. യെസ് രംഭ, ഹൗ ആർ യു? ഫൈൻ.